ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇത് ഗുരുവായൂരിൽ നിന്ന് പ്രത്യേകം പൂജിച്ചു വാങ്ങിയ ലോക്കറ്റാ. ഇത് ഞാൻ മോളുടെ മാലയിൽ ഇട്ടുതരാം. അല്ല, ഇത് രണ്ടും ഒരുപോലെയാണല്ലോ. ഇത് ഗൗതം, എന്താ വരും? അന്ന് നീയും ലൊക്കേഷനിൽ ഉണ്ടായിരുന്നല്ലോ. ആ അതെ. അല്ല, നീ പറഞ്ഞ പോലെ അവർക്കിടയിലുള്ള തർക്കങ്ങളോ പിണക്കങ്ങളോ വല്ലതും നീ കണ്ടിരുന്നോ? ഇല്ല. എന്നാ നീ പൊക്കോ. എന്നാ ഓക്കെ. എന്താടാ? ലൊക്കേഷനിൽ സംഭവിച്ച കാര്യത്തിലെ കേസേ മുറുകി വരികയാണ്. ആര് പറഞ്ഞു? ആ വരുൺ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. സിനിമാ മന്ത്രിയൊക്കെ ഇടപെട്ട് കാര്യങ്ങളിപ്പോ വഷളായിക്കൊണ്ടിരിക്കുക. പോലീസുകാർക്ക് പ്രതിയെ പിടിച്ചേ പറ്റൂന്നുള്ളൊരു അവസ്ഥ വന്നോണ്ടിരിക്കുക. ചതിക്കോടാ. ആ അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്ത സമയാ. നിനക്ക് നേരെ എന്തെങ്കിലും ഉണ്ടായാ അത് ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ കണിമംഗലത്തെ പിന്നെ നമുക്ക് സ്ഥാനം ഉണ്ടാവില്ല. പണം കൊടുത്ത് സ്വാധീനിച്ചോ ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റുമോ? പണം ഞാൻ തരാം. അതൊന്നും നടക്കില്ല. ഈ സോഷ്യൽ മീഡിയ സെൻസേഷണൽ ആയിട്ടുള്ള കേസുകളില് പോലീസുകാര് കൈക്കൂലി വാങ്ങിക്കാൻ മടിക്കും. അപ്പൊ പോലീസുകാർ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് ഞാൻ കാണേണ്ടി വരുമോ? ഞാൻ അത്ര ബുദ്ധിയില്ലാത്തവനൊന്നും അല്ലല്ലോ അമ്മേ. രാധികയെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് പ്രിയങ്ക പണം കൊടുക്കുന്ന ദൃശ്യം എന്റെ ഫോണിലുണ്ട്. എത്ര വിദഗ്ധനായ ആള് പരിശോധിച്ചു നോക്കിയാലും എന്റെ നിഴല് പോലും കാണില്ല. എന്ന് പറഞ്ഞ കുറ്റം തലയിലേക്ക് വരുമെന്ന് തോന്നിയ പ്രിയങ്കയെ ഒറ്റുക എന്നുള്ള ഒറ്റ മാർഗേ ഉള്ളൂ നമ്മുടെ മുമ്പില്. അതില് നമ്മൾ അങ്ങ് ഉറച്ചു നിന്നാ മതി. ശരിയാണ് ഗൗതം. ചേച്ചിയെ അനിയത്തിയെ ഒരുമിച്ച് തീർക്കാന്നുള്ള ഉദ്ദേശം നമുക്കുണ്ടായിരുന്നു. ഒരുത്തി രക്ഷപ്പെട്ടെന്ന് കരുതി അടുത്തവളെ കൂടി രക്ഷപ്പെടുത്തണമെന്നില്ലല്ലോ. ആദ്യം ആ പ്രിയങ്ക പോട്ടെ. രാധികയുടെ കാര്യത്തില് ഇനിയും സമയമുണ്ട്. കൽപ്പനെ, ചെറിയമ്മ മിണ്ടാതിരിക്കെ. പെട്ടു പോകില്ല എന്ന ധൈര്യം ഗൗതമിനുണ്ടെങ്കിൽ നമ്മൾ അവന്റെ കൂടെ അങ്ങ് നിന്നാ മതി. ഒരു കുഴപ്പവും ഗൗതമിനുണ്ടാവില്ല. ഗൗതം, നീ നിന്റെ രക്ഷ നോക്കിക്കോ. ബാക്കി നമുക്ക് നോക്കാം. എന്റെ ശ്യാമ ഇവിടെ വന്നിരിക്കേ. മോളിപ്പോ വരും. ആ അപകടത്തിന് ശേഷം ഒരു നിമിഷം മോള് വൈകി എനിക്ക് പേടിയാ. സത്യം പറഞ്ഞ എല്ലാം തുറന്നു പറഞ്ഞ് അവളെ അടുത്ത് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കടുത്തി. എന്നെ കൊണ്ട് ഈ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇപ്പൊ പറയും, കുറച്ച് കഴിയുമ്പോ ഒന്നിനും സമയമായില്ല എന്നും പറഞ്ഞ് തിരുത്തി പറയും. ഞാനിപ്പോ എന്താ പറയാ? മോളെ, എന്താ നീ വൈകിയേ? ഒന്നുമില്ല. എന്താ ടെൻഷൻ ഉണ്ടല്ലോ മോളെ? ഒന്നുമില്ല.
എന്നെ വിട്. മാഡം അമ്മേ മോളെ മോളെ മോളിങ്ങോട്ട് വാ. മോക്കെ ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ഇത് ഗുരുവായൂരിൽ നിന്ന് പ്രത്യേകം പൂജിച്ചു വാങ്ങിയ ലോക്കറ്റാ. ഇത് ഞാൻ മോളുടെ മാലയിൽ ഇട്ടുതരാം. അല്ല ഇത് രണ്ടും ഒരുപോലെയാണല്ലോ. ഇത് ഞാൻ പ്രത്യേകം പൂജ കഴിച്ച് നേരിട്ട് വാങ്ങിച്ചതാ. അല്ല ഫിദ മാഡം എങ്ങനെയാ അമ്പലത്തിൽ കയറുന്നേ? ഫിദാമ്മയുടെ അമ്പലത്തിലേക്ക് വന്നില്ല, ഞാനാ പോയി പൂജിച്ചു കൊണ്ടുവന്നത്. മോള് ഇത് കയ്യിൽ വെച്ചോ. സൗകര്യം പോലെ മാലയിൽ ചേർത്താ മതി. ഇത് എന്നെ കിട്ടുമ്പോ കഴുത്തിലുണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടാ ഞാനിത് നിധി പോലെ സൂക്ഷിക്കുന്നത്. എന്നെങ്കിലും എന്നെ പ്രസവിച്ച അമ്മ എന്നെ തിരിച്ചറിയുന്നത് ചിലപ്പോ ഇത് കണ്ടിട്ടാണെങ്കിലോ. മോളെ മോള് പറയുന്ന വേദനയുള്ള കഥകൾ കേൾക്കുമ്പോ ചങ്ക പൊട്ടിപ്പോവാ. അതാ മോള് ചെല്ല. ഇപ്പൊ കഴിഞ്ഞേനെയല്ല. അവൾ പറഞ്ഞത് ഏട്ടത്തെയും കേട്ടില്ലേ? അമ്മയായി എനിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതുപോലുള്ള ലോക്കറ്റ് ഒരുപാട് പേർക്ക് കാണുമല്ലോ. പിന്നെ എന്തിനാ എന്റെ കഴുത്തിലെ ലോക്കറ്റ് കണ്ട് ഞാൻ തന്നെയാ മകളെന്ന് പറഞ്ഞത്?